പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. 2025 പ്രധാനപ്പെട്ട പരീക്ഷകളും ഏകദേശ പരീക്ഷാ ഡേറ്റുകളുമാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത്. കേരള PSC ഇപ്പോൾ വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ കേരള PSC നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിലിമിനറി എക്സാം ഉണ്ട്. ആ ഒരു 10th ലെവൽ പ്രിലിമിനറി എക്സാമിലെ മെയിൻ എക്സാം, അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസർ അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ മെയിൻ എക്സാം, അത് നടക്കാൻ പോകുന്നത് 2025 മാർച്ച് മെയ് മാസങ്ങളിലാണ്. അപ്പോൾ 2025 മാർച്ച് മെയ് മാസങ്ങളിലായിട്ടാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയുടെ മെയിൻ എക്സാം നടക്കാൻ പോകുന്നത്. അതേപോലെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാം 2025 മാർച്ച് മെയ് മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ +2 ലെവലിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് തസ്തികയുടെ മെയിൻ എക്സാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു 10th ലെവൽ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ എക്സാമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പറയുന്നത് 2025 മെയ് ജൂലൈ മാസത്തിലാണ്. 2025 മെയ് ജൂലൈ മാസത്തിലാണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാം ഇവിടെ പറയുന്നത് 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ്. ഓഗസ്റ്റ് ഒക്ടോബർ. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പ്രിലിം, അതായത് ഡിഗ്രി പ്രിലിമിൽ ഉൾപ്പെടുത്തിയാണ് ഇതെല്ലാം വരിക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എല്ലാം ഒരുമിച്ചായിരിക്കും വരിക. അത് 2025 മെയ് ജൂലൈ മാസത്തിലാണ്. ആ ഒരു ഡിഗ്രി പ്രിലിമിന്റെ ആ ഒരു ഇതിലായിരിക്കും അവിടെ പറയുന്നത്. ഇനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസിന്റെ മെയിൻ എക്സാം നടക്കുന്നത് അത് 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ്. ഈ സിവിൽ എക്സൈസ് ഓഫീസർ ആ ഒരു പരീക്ഷ 2025 മെയ് ജൂലൈ മാസമാണ് അവിടെ പറയുന്നത്. 2025 മെയ് ജൂലൈ മാസത്തിലാണ്. സിവിൽ പോലീസ് ഓഫീസർ ആ ഒരു പരീക്ഷ പറയുന്നത് 2025 ജൂൺ ഓഗസ്റ്റ് മാസമാണ്. പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ള ആ ഒരു പരീക്ഷ 2025 ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് ആ ഒരു പരീക്ഷയുടെ സമയം പറയുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കുള്ളത് 2025 ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് പറയുന്നത്. ഫയർ വുമൺ 2025 ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് ആ ഒരു പരീക്ഷ പറയുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിട്ട് നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുക, അവിടെ പ്രിലിമിന് എന്ന് പറയുന്നില്ല, ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നടത്തുക എന്നത് ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസ് 2025 മെയ് ജൂലൈ മാസത്തിലായിട്ടാണ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇനി ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് നടത്തുന്നത്. ഇനി 10th ലെവൽ പ്രിലിമിനറി എക്സാം ഉണ്ട്. അത് 2025 ഒക്ടോബർ ഡിസംബർ മാസത്തിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇനി 10th ലെവൽ അതിന്റെ മെയിൻ എക്സാം 2025 26 ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മെയ് ജൂലൈ മാസത്തിൽ, 26 മെയ് ജൂലൈ മാസത്തിലാണ് നടത്തുന്നത്. അതായത് 10th ലെവൽ പ്രിലിംസിന്റെ മെയിൻസ് 2026 നടത്തുന്നത്, മെയ് ജൂലൈ മാസത്തിലായിട്ട്. ഇതോടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. ഈ പരീക്ഷകൾ ഒക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതോടെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയുന്ന പരീക്ഷകൾ ഏതെല്ലാം സമയത്താണ് നടക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അതിൽ തന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇനി അങ്ങോട്ട് പ്രിലിം എക്സാമിന് കുറച്ച് ദിവസം നമ്മുടെ മുന്നിലുള്ളത്. അതേപോലെ തന്നെ 10th ലെവൽ മെയിൻ എക്സാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വേക്കൻസീസ് ഒക്കെ ഉള്ള ഒരു പരീക്ഷ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ. ആ ഒരു പരീക്ഷയുടെ മെയിൻ എക്സാം മാർച്ച് മെയ് മാസങ്ങളിൽ നടക്കും എന്നാണ് പറയുന്നത്. നല്ല കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിലിമിനറി എക്സാം കഴിഞ്ഞവർ നല്ല രീതിയിൽ മെയിൻസിന് വേണ്ടി ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങാം. അതോടൊപ്പം തന്നെ പ്രിലിം എഴുതുന്നവർ പ്രിലിമിൻ്റെ സിലബസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് സമയങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ കേരള PSC നൽകി കഴിഞ്ഞു. പഠിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇതിൻ്റെ സിലബസ് എല്ലാം തന്നെ കേരള PSCയുടെ വെബ്സൈറ്റിലുണ്ട്. ഇനി കുറച്ച് സിലബസുകളൊക്കെ ഈ മാസം 15-ാം തീയതിയോടുകൂടി അവർ അപ്ലോഡ് ചെയ്യുന്നതും കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള സിലബസുകൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പരീക്ഷാ തീയതികൾ, എക്സ്പെക്ട് ചെയ്യുന്ന തീയതികളാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.